യൗവനത്തിന്റെ നടുമുറ്റത്താണ് നമ്മൾ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നത്. നമ്മുടെ ഒരു ചെറിയ പ്രായത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനോഹരമായ സന്തോഷകരമായി നമ്മൾ ജീവിച്ച കളിയും ചിരിയുമായിട്ടൊക്കെ രാവും പകലും കഴിച്ചു കൂട്ടിയ ഓർമ്മകൾ നമുക്കുണ്ട്. ആ കാലത്ത് നമ്മളേറെ സമയം ചെലവഴിച്ചത് നമ്മുടെ വിദ്യാലയത്തിലുമാണ്, സ്കൂളിലും കോളേജിലും ഒക്കെയാണ്. നമ്മൾ ആ കാലത്ത് ഓടിക്കളിച്ച് നടന്നത്. ആ പഠനകാലത്ത് ഓർത്തെടുക്കുമ്പോൾ അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഓർമ്മയാണ്. ഒരു പക്ഷേ നമ്മുടെ ഒക്കെ ഏറ്റവും അവസാനത്തെ പഠനകാലമാണ് നമ്മൾ ഈ കലാലയത്തിൽ ചെലവഴിച്ചത്. ഒരിക്കൽ കൂടി ഒരു 10 വർഷക്കാലത്തിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടാനായതിലെ സന്തോഷമാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും മുഖത്തുള്ളത്. ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബത്തോടൊപ്പം ആ പഴയ ഓർമ്മകൾ പങ്കുവെച്ച് പഴയ കൂടെ ഇരുന്നവരെ നമ്മെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ മുന്നിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും ഒരിക്കൽ കൂടി നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അവസരം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നു. വലിയ ഉത്തരവാദിത്തങ്ങളുടെ ഒരു ഭാരമൊന്നുമില്ലാത്ത, ഇത്രയേറെ ഗൗരവതരമായിട്ടില്ലാത്ത ഒരു ജീവിതം നമുക്ക് കടന്നുപോയിട്ടുണ്ട്. ആ കാലത്ത് ഓർത്തെടുക്കുക എന്നത് പോലും ഇയാളെ രസമുള്ള ഒരു കാര്യമാണ്. പഴയ കാലത്തെ ഓർമ്മകൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കും. അന്നത്തെ തമാശകളും കളിയും ചിരിയും കൂട്ടുകാരുടെ വൃത്തികളും ഒക്കെ നമ്മളെല്ലാം ഇപ്പോഴും ഓർക്കുമ്പോൾ ആസ്വദിക്കാറുണ്ട്. എന്നാൽ ഓർമ്മകൾ മാത്രമല്ല, നമുക്കിവിടെ അത് അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ ഈ സംഘം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ നമ്മുടെ ബഹുമാന്യരായ അധ്യാപകരൊക്കെ ഉണ്ട്. നമ്മുടെ എല്ലാമായ ഒരുപക്ഷെ ഒരു ക്ലാസ് അധ്യാപകർ എന്നുള്ളതിനപ്പുറത്ത് ഒരു വൈകാരികമായ ബന്ധം നമ്മൾ പുലർത്തിയ പ്രിയപ്പെട്ട ജോലിസ്, ഈ കോളേജിന്റെ പ്രസിഡന്റും നമ്മുടെ അധ്യാപകൻ കൂടിയായിരുന്ന KKS ഇവിടെയുണ്ട്. അവരൊക്കെ നമ്മോട് സംവദിക്കും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ അവരൊക്കെ നമ്മോട് ഇവിടെ നിന്ന് നമ്മോട് സംവദിക്കും. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി അടുത്തിടപഴകുന്ന അവരൊക്കെ പേഴ്സണലായി മീറ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെയാണ് നമ്മൾ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ചടങ്ങ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആദ്യമായി നമ്മുടെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ എത്ര മുമ്പ് പോയാലും
ഒരു അലഞ്ഞി കൂടാൻ കുട്ടികൾ ഇപ്പോൾ താല്പര്യപ്പെട്ട് വരുന്നു. അത് ഒന്നാമത് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം കൊണ്ടാണ്. ഈ വാട്സപ്പും ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ഉണ്ടായപ്പോൾ പെട്ടെന്ന് എല്ലാവരും നമ്പർ കളക്ട് ചെയ്ത് ടെൻഡേറ്റീവോട് എക്ടിവേറ്റ് ചെയ്ത് അത് കൂടുതൽ. ഞാനും അതുപോലെ SSC ബാച്ചിന്റെ കൂട്ടായ്മ ഉണ്ടായിരുന്നതിന് തൊട്ട് മുമ്പ് എന്റെ BA ബാച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കൂട്ടായ്മകൾ നന്നായിട്ട് കൂടി വരുന്നുണ്ടെങ്കിൽ പോലും പിന്നെ ചില സ്ഥാപനങ്ങളിലൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിലെ കുറെ വലിയ കുട്ടികളും നമ്മുടെ സ്ഥാപനത്തെ നെഞ്ചി ഏറ്റുന്നു എന്നുള്ളത് കേൾക്ക് വളരെ സന്തോഷം. പിന്നെ വേറൊന്ന്, ഈ പോയ ആളുകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അറിയുന്നതൊക്കെ ഗൾഫിൽ പലരുണ്ട്, വിദേശത്ത് ഒരുപാട് കുട്ടികളുണ്ട്. കഴിഞ്ഞ ഒരു മാസം 2 മാസം മുമ്പ് അലുമിയാണ് കൂടെ ഇതേപോലെ എത്ര സംഘടിപ്പിച്ച BA ഉണ്ടായിരുന്ന നമ്മളെ താജുദ്ദീൻ കാലും സലാമും കൂടി അവർ വന്ന് കേൾക്കുന്ന വന്ന് ഗംഭീരമായി പരിപാടി സംഘടിപ്പിച്ച് കുറച്ചുകൂടി പോഷായിട്ട് കണ്ടമാനം പണം ചെലവാക്കിയിട്ടാണ് അവരുടെ പരിപാടി നടത്തിയത്. ഗൾഫല്ലേ അതുപോലെ പണമുണ്ടല്ലോ. അപ്പൊ പിന്നെ അവര് വിദേശത്ത് നമ്മൾ ചാപ്റ്റർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. സൗദി അറേബ്യയിലും അതുപോലെ ഖത്തറിലും പിന്നെ അബുദാബിയിലൊക്കെ നമ്മൾ ചാപ്റ്റർ തുടങ്ങാൻ മാത്രം കുട്ടികൾ ഇപ്പോൾ ആ സെക്രട്ടറി ഒരു ചാപ്റ്റർ തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പിന്നെ തുടങ്ങണം, നിങ്ങൾ അങ്ങനെ തുടങ്ങുന്ന കൂട്ടായ്മ നല്ലതാണ്. നിങ്ങൾ പരസ്പരം എപ്പോഴും അറിയുന്നതിന് വേണ്ടി, പരസ്പരം എപ്പോഴും പിന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിർബന്ധമായി അത്തരം കൂട്ടായ്മകൾക്ക് നിങ്ങൾ മുൻകൈയെടുക്കണം. കോളേജ് സംബന്ധിച്ചിടത്തോളം അത്തരം കൂട്ടായ്മകൾ ഉപയോഗിച്ച് കോളേജ് ഒരു പ്രൈവറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പല എഴുത്ത് കോളേജിലും പോലും ചാപ്റ്ററുകൾ ഉപയോഗിച്ചിട്ട് അവർ പിരിവൊക്കെ ഉണ്ടാക്കി ബസ്സോ അല്ലെങ്കിൽ ലൈബ്രറിയോ കെട്ടിടമോ ഉണ്ടാക്കാറുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ കുട്ടികളെ ഉപയോഗിച്ചിട്ട് ചാപ്റ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടോ നിങ്ങൾ വലിയ പിരിവെടുത്ത് കിടക്കുന്നതിന് പറയില്ല, പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് സ്വതന്ത്രമായി നിങ്ങൾ വിദേശത്ത് നിങ്ങൾ മാക്സിമം കൂട്ടുകാരെ സംഘടിപ്പിച്ച് കൂട്ടായ്മകൾ കൂടണം, ഉണ്ടാവണം. അത് നിങ്ങളുടെ വെൽബീയിങ് നല്ലതാണ്. അതോടൊപ്പം നിങ്ങളുടെ സ്ഥാപനം സ്മരിക്കപ്പെടുകയാണ്. സ്ഥാപനത്തിൽ പ്രായം കൂടുതൽ നിങ്ങൾക്ക് വെറുതെ ഈ മോഹം വെറുതെ ആയില്ല എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം അറിയിക്കുകയും ഇങ്ങനെയൊരു അവസരം എൻ്റെ പ്രിയ വിദ്യാർത്ഥികളോടൊപ്പം പങ്കുചേരാൻ, സ്നേഹം പങ്കിടാൻ അവസരം നൽകിയ സർവശക്തനായ ദൈവത്തോട് 1000 നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും അന്നത്തെ ഫസ്റ്റ് BCom C, പിന്നീട് അത് സെക്കൻഡ് BCom ഫൈനൽ BCom ആവുമ്പോൾ ഒരുതരം അധികാരം ഉണ്ടായിരുന്നു. എൻ്റെ സ്വന്തം ക്ലാസ് എന്ന് പറയുന്ന ഒരു അധികാരം. അത് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ റൂം നമ്പർ 3. ഞാനിന്ന് രാവിലെ നേരത്തെ വന്നപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയി. എന്തോ ഒരു ഓർമ്മകൾ തിരിച്ച് കിട്ടിയ ഒരു അനുഭവം. ആ റൂം നമ്പർ 3ാമത്തെ റൂമിലേക്ക് പോയി. അപ്പൊ അവിടെ മിക്കവാറും നിറഞ്ഞ ക്ലാസ്സാണ് കാണുന്നത്. സ്ഥിരമായി ലേറ്റായി വരുന്ന അമീറിനെ പോലെയും അതുപോലെ നമ്മുടെ ജിഫ്രി, എന്നും ഞാനും ജിഫ്രിയൊക്കെ ആയിട്ട് ഒരു ഉറക്കുണ്ടാവാറുണ്ട് പല ദിവസങ്ങളിൽ. അതുപോലെ ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ സജാദുമായിട്ട് ചെറിയൊരു അതെന്താ പറയുക, സജാദിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം പിന്നീട് നിന്ന് വിട്ടുപോകുമ്പോൾ ഇപ്പോഴും ആ മനസ്സിൽ സജാദുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. ഓരോന്നും ഏകദേശം 20 വർഷമായി ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രംഗത്ത് നിന്നും HOD-യിൽ നിന്നും പിന്നീട് അങ്ങോട്ടും ഓരോ പ്രൊമോഷനൊക്കെ ആയിട്ട് മാറുകയാണ്. അപ്പോഴൊക്കെ ഒരുപാട് ക്ലാസിന്റെ ചാർജുകൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ക്ലാസിന്റെ ചാർജിലാണ് യഥാർത്ഥത്തിൽ ഞാനൊരു ക്ലാസ് അധ്യാപകരാണ്, എനിക്ക് ഒരുപാട് കുട്ടികളുണ്ട്. ശരിക്കും എനിക്കൊരു മോൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അത് മാത്രം പോകുമ്പോൾ ഇവരോട് എന്താണ് ചോദിച്ചത്, ഒരു കുട്ടിയെ ദിവസം ഒരു കുട്ടിയാണെങ്കിലും ഈ ഇരിക്കുന്നവരൊക്കെ കുട്ടികളാണ് എന്നുള്ള സന്തോഷത്തിലാണ്. കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ ബാച്ചിന്റെ പ്രായം 2009-10 നിങ്ങളുടെ അഡ്മിഷൻ എടുത്തേക്ക് 2010 എന്റെ കല്യാണം നടന്നത്. ഒരുപാട് പേര് കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഏപ്രിൽ 11 കല്യാണത്തിന് ഒരുപാട് അന്നത്തെ ഫസ്റ്റ് BCom C ക്ലാസ്സിലെ കുറേ കുട്ടികൾ, അതൊക്കെ ഓർമ്മകൾ ഇങ്ങനെ വരും. പിന്നീട് എപ്പോഴും ചില ബുദ്ധിമുട്ടുണ്ടായ സമയം
ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഡോക്ടർ പറയാം, അപ്പൊ ഈ ഒരു മനുഷ്യൻ ഇത്രത്തോളം കുട്ടികളുണ്ടോ സ്നേഹിക്കുന്ന, ഈ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്ര കുട്ടികളുണ്ടോ? അയാള് എന്റെ ബാലൻസോട് ചോദിക്കും. കാരണം നിരന്തരം മുജീബ്, ഷഫീഖ്, മുഹസിൻ അങ്ങനെ തുടങ്ങി ഏകാദേശം ഇവരൊക്കെ നിരന്തരം ആ ഹോസ്പിറ്റലിലേക്ക് കയറി ഇറങ്ങിയത്. ഡോക്ടറെ പരിശോധിക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ് എല്ലാവരും ഇടിഞ്ഞ് അടിച്ചു കൂടുക റൂമിൽ. അപ്പോഴാണ് സത്യത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മളെ സ്നേഹത്തോടു കൂടി വലിയ വലിയ ഉയരങ്ങളിൽ എത്തിക്കാൻ നമ്മുടെ സ്വന്തം മക്കൾക്ക് കഴിഞ്ഞു. ഒരിക്കലും ജീവിതത്തിലുടനീളം മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തന്ന വിദ്യാർത്ഥികളാണ്. ഇത് കയറി വരുമ്പോൾ നമ്മളെയൊക്കെ വിട്ടുപോയ അഫീഫ, അതുപോലെ വിജയമാഷ്. പലപ്പോഴും വിജയമാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജ്യോതിഷ സി ക്ലാസ്സിലെ കുട്ടികൾ നല്ല ഒബീഡിയന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികളാണ്. പലപ്പോഴും അതുകൊണ്ടാണ് തോന്നുന്നത് ഈ സെന്റ് ഓഫിന്റെ സമയത്ത് വിജയമാഷ് നമ്മുടെ ക്ലാസ്സിലാണ് വന്ന് കുറെ നേരം സംസാരിച്ചത്. ഇത്ര കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച് ദൈവത്തോട് ഒരുപാട് നന്ദി. നമ്മളൊക്കെ ഈ ഭൂമുഖത്ത് നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും നമ്മളൊക്കെ ഓർക്കാനും സ്നേഹിക്കാനും ഒരുപാട് പേരുണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷം. ആ സന്തോഷം കൊണ്ടാണ് ഈ വേദിയിൽ ഞാനിവിടെ നിൽക്കുന്നത്. ഒരുപാട് ഗെറ്റ് ടുഗദേഴ്സ് ഇവിടെ നടക്കാറുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഓഫീസ് സ്റ്റാഫ് വിഷറിന്റെ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വന്ന് പങ്കെടുത്തു പോയി. അതിനിടയ്ക്ക് നിങ്ങളുടെ ക്ലാസ് എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു വിദ്യാർത്ഥിക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള ഒരു ആശയമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അത് ഞാൻ പങ്കാളിയായി. ഓൺലൈനായിട്ടാണെങ്കിലും അന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ സംസാരിച്ചു, വാട്സപ്പിലൂടെയൊക്കെ. അന്ന് മനസ്സിൽ വന്ന ഒരു ആശയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന് മുമ്പേ വന്ന ആശയമായിരിക്കാം, ഇങ്ങനത്തെ ഒരു മീറ്റ് നടക്കണം, സംഘടിപ്പിക്കണം. അന്ന് മുതൽ തന്നെ ഒരുപക്ഷെ എന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്തുകൊണ്ടോ എന്റെ തിരക്ക് കൊണ്ടായിരിക്കാം മാറി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷഫീഖും മുഹസിനും അങ്ങനെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, സാർ നമുക്ക് അങ്ങനെ പരിപാടി. അന്നാണ് ഡേറ്റ് ഇട്ടതാണ്, ജനുവരി 9-ാം തീയതി. പലപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ വേറെ എന്തെങ്കിലും തിരക്കുമായിട്ട് ഞാൻ വരാതിരിക്കാറുണ്ട്. പക്ഷെ അന്ന് ആ ഡേറ്റ് ഇട്ടതുകൊണ്ട് ഞാൻ ഓർത്തു വെച്ചു, ജനുവരി 9-ാം തീയതി ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തൊട്ട അയൽവാസിനെ വീട് താമസമാണ് നടക്കുന്നതാണ്. തൊട്ട അയൽവാസി ഇന്നലെ രാത്രി മുഴുവൻ അവിടെ തന്നെയായിരുന്നു. അവിടുത്തെ അതേ ഞാൻ പറഞ്ഞു ക്ഷണിക്കുമ്പോൾ ഒന്നും വിചാരിക്കരുത്, ഈ പരിപാടി ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓർമ്മകൾ ഓരോന്നും ഇങ്ങനെ അയവർക്കാണ്. നമ്മൾ ജീവനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. സജാദിനെ കുറെ പേര് അങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്. ലൈവില് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹായ്. പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ക്ലാസ്സിലെ രജിസ്റ്ററൊക്കെ വൈഹാർട്ടായിരുന്നു ഒരു കാലം. രാജിയ, നാഫിയ, എന്ന് വെച്ച് തുടങ്ങുന്ന കുറെ ആൾക്കാർ, ബാക്ക് ബെഞ്ചിൽ മാത്രം ഇരിക്കുന്ന സജാദ്, അമീൻ, കുറെ പേര്. പക്ഷെ അതൊക്കെ വല്ലാത്തൊരു അനുഭവം ഉണ്ടാക്കി തരുന്ന വർഷങ്ങളായിരുന്നു. ആ ക്ലാസ് മറക്കാൻ പറ്റില്ല. വീണ്ടും ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷവും നന്ദിയും നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ സ്നേഹബന്ധം എന്നും തുടരണം, നിലനിന്ന് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ മക്കൾക്കും എല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സെക്രട്ടറി ജോലി സാർ, ബേനഡി സാർ, തങ്ങൾ സാർ, അതിലുപരി സ്നേഹനിധികളായ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ ഒരു വട്ടം കൂടെ എല്ലാവരും കൂടെ കാണാനല്ല, കുറെ ആൾക്കാരൊക്കെ ഒരുമിച്ച് കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട കോളേജ് പ്രസിഡന്റ് സാർ, വേദിയുടെ അധ്യാപകർ, അതുപോലെ അധ്യക്ഷൻ മുസ്തഫ, മാട്ടു, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരിക്കൽ കൂടി അല്ലെ, നല്ല അർത്ഥവത്തായ ഒരു പേരാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഒത്തുചേരാണ്. അപ്പോൾ 10 വർഷം മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോയ പോലെ തന്നെ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് അല്ലെ.
ഒരുപാട് പ്രത്യേകതകളും കാലത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങളും നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഞങ്ങൾക്കും അതുപോലെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു വരും. ഏതായാലും ഈ ക്ലാസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മയിൽ വരും, നിങ്ങൾ എന്ത് പറഞ്ഞ കാര്യം അസുഖം കാരണം പ്രിയപ്പെട്ട മാട്ടൂന്നാണ് വിളിക്കാല്. മാട്ടൂൻ ഷെഫി ചില്ലറ തലവേദനകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ കോളേജിലെ ഈ ക്ലാസ്സിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിരുന്നല്ലോ ബ്രാൻഡ് നിർവ്വാഹനം. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ അഞ്ചപ്പുര ഭാഗത്ത് പോയപ്പോഴേ അവിടുന്ന് ഒരു സെറ്റ് കണക്കാരൻ പറഞ്ഞു മാട്ടൂർ പരിപാടിക്ക് ആളറിയില്ല, എന്നാൽ ആ കുട്ടി ഉണ്ടായ പൈസ എപ്പോഴും തന്നിട്ടില്ല. അപ്പൊ സംഭവം തന്നെ സ്റ്റാഫ് ആൻഡ് ലൈറ്റ് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി. അത് കുറെ ആ ബസ് സ്റ്റാൻഡിലൊക്കെ പഞ്ചായത്ത് അഞ്ചിലേക്ക് വാങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് വെച്ച് കുറെ പിന്നെ എന്താ പറയുക ഞങ്ങൾ കരുതി ക്യാമറയും സാധനങ്ങളൊക്കെ വാടക കിട്ടുക ചെയ്ത് പലർക്കും പൈസ ഇപ്പോൾ കൊടുക്കാണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറഞ്ഞ വാക്കുകളിലാണെങ്കിൽ നമ്മൾ സംസാരിച്ചു. നമുക്കറിയാം കേരളത്തിലെ അധ്യാപകൻ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഏറ്റവും സ്നേഹബന്ധം പുലർത്തുന്ന നമ്മുടെ സ്വന്തമാണ് ജോലിസ്ഥലമാണ്. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ഏറ്റവും സ്നേഹമൊക്കെ കാണിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഞാനത് കൊണ്ട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നിരന്തരമായി നമ്മോട് സമ്മതിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും അതിൽ സാറോട് ഞങ്ങളെല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെന്താണ് അതിന് മാത്രം ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ അങ്ങയുടെ മനസ്സിൽ ഞങ്ങൾക്കുള്ള സ്ഥാനത്തിലുള്ള കടപ്പാടും സ്നേഹവും സന്തോഷവും നിങ്ങൾ അറിയിക്കും. ഇനി നമ്മുടെ ബീനാമിസ് നമ്മൾ സംസാരിക്കണം. ബീനാമിസിൻ്റെ ക്ലാസ്സുകൾ പലപ്പോഴും നമ്മൾ കട്ടെടുത്തിട്ടുണ്ട്. ക്ലാസ് എടുക്കാൻ സമ്മതിക്കാതെ ആ ഒരു പീരീഡ് മറ്റെന്തൊക്കെയോ ആക്കി മാറ്റുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പിന്നെ ഓരോ കാരണങ്ങൾ നമുക്ക് ഉണ്ടാവുമായിരുന്നു. പിന്നെ രശ്മിക്ക് എന്തോ ഒരു സ്ഥാനം കിട്ടുമോ എന്താ ഓർമ്മയില്ല, എന്തോ ഒരു ട്രോഫി കൊടുക്കാൻ കിട്ടിയതാണ്. കോളേജിൽ നിന്നാണ് പുറത്തോടൊന്ന് മത്സരിക്കാൻ പോയിട്ടാണെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും ബിനാമിസ് വന്നു, ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല. രശ്മിയെ ആദരിക്കലും ബിസ്ക്കറ്റ് വിതരണവും ആയിരുന്നു അന്നത്തെ പരിപാടി. പിന്നെ അങ്ങനെ ഓരോ മഹാസമ്മേളനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തും. അതിന് നമുക്ക് പിന്നെ പലപ്പോഴും അവസരം തന്നിട്ടുണ്ട്. ബിനാമിസ് പ്രത്യേകം കടപ്പാട് അറിയിക്കുകയാണ്. ബിനാമിസിനെ സാറും റെസ്പെക്റ്റഡ് സെക്രട്ടറി, പ്രസിഡന്റ്, ജോബി സാറ്, ആസിഫ് സാറ്, മറ്റു വിദ്യാർത്ഥികളെ എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാണാൻ പറ്റിയതിൽ കുറച്ചാളുകളെ മിസ് ചെയ്യുന്നുണ്ട്. സജാദ്, മുജീബ്, നവാസ്, അവരോടൊക്കെ അന്വേഷണം പറയാം. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതിനുവേണ്ടി പ്രവർത്തിച്ച റഫീഖിന്, ഷെഫീഖിന്, ബോസിന് എല്ലാവർക്കും നല്ലത്. പിന്നെ നിങ്ങളെ ബാച്ചിൽ ഒരു കുട്ടി മരിക്കുകയുണ്ടായില്ല, അപ്പോൾ അവിടെയും കൂടെ ഈ നിമിഷത്തിൽ ഓർക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ക്ലാസ് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു ബാച്ചായിരുന്നു. ഒരു റിസ്ക് ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ബാച്ചായിരുന്നു. ബികോം സി അല്ലെങ്കിൽ ഫസ്റ്റ് ബികോം സി എന്ന് പറയുന്നത്. എല്ലാവരും നല്ല അച്ചടക്കത്തിൽ ഇരിക്കും. ഒന്നോ രണ്ടോ പേര് മാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളുണ്ടാകുന്നു. അത് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇനി ആസിഫ് സാർ നമ്മോട് സംസാരിക്കും. അദ്ദേഹം നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ കോഴിക്കോട് ടൂറിലെ അംഗമായിരുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട കെ സാർ, സെക്രട്ടറി, ജോബി സാർ, ബീനാമിസ്, എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എന്ന് ഞാൻ പറഞ്ഞില്ല, സുഹൃത്തുക്കൾ. കാരണം ഞാൻ ഈ കോളേജിൽ അൺഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്തത് 2009 കാരണം ഞാൻ PG 4th സെമ്മിന് പഠിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്ന ഒരു അനീഷ് സാർ ഉണ്ടായിരുന്നു. അനീഷ് സാർ പെട്ടെന്ന് ജോലി കിട്ടി പോയ സമയത്ത് സ്പോട്ടിൽ ഒരു അധ്യാപകന് വേണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വലിയ കാണുമെന്ന് പറഞ്ഞ് സെക്രട്ടറിയോട് പ്രസിഡന്റിനോടൊക്കെ പറഞ്ഞ് അവരോട് പ്രസിഡന്റാണ് ചോദിച്ചത്, ആസിഫെ PG പാസ്സാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ പാസ്സായിട്ടുണ്ട്, സെക്കൻഡ് ഇയറും പാസ്സാവും എന്ന് പറഞ്ഞത് 2009 ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ആണ്. പിന്നെ PG കഴിഞ്ഞ്
2010-11 ഒഫീഷ്യലായിട്ട് ഒരു അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ ചാർജ് എടുത്തത്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് തന്നെ ക്ലാസ് എടുക്കാൻ കിട്ടിയ ക്ലാസ്സുകളിൽ പെട്ട ഒരു ക്ലാസ്സാണ് ഇപ്പം സി ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ അതിലെ 1-2 ആളുകൾ എനിക്ക് അതിന് മുമ്പ് തന്നെ പരിചയമുള്ള ആളുകളായിരുന്നു. മൂസിനായാലും നമ്മുടെ മാട്ടുമലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ രേഖാലക്ഷ്മിന്റെ അനിയത്തിയുടെ ക്ലാസ്മേറ്റ്സ് ആണ്. ഇന്ന് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അനിയത്തി വീട്ടിലുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഒരു ബാച്ചിന്റെ ഗെറ്റ് ടുഗദറിനാണ് പോകുന്നത് പറഞ്ഞപ്പോൾ എന്നോട് പ്രത്യേകം രേഖാലക്ഷ്മിയുടെ അന്വേഷണം പറയാൻ ഞാൻ ചോദിച്ചിരുന്നത് പറയാൻ പറഞ്ഞിട്ടാണ് വിട്ടിട്ടുള്ളത്. അപ്പൊ ആ അന്വേഷണം കൂടി ഞാൻ ഇവിടെ അറിയുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു 6 മാസമായിട്ടുണ്ടാവില്ല, അതുപോലെ ഒരു 6 മാസം മുന്നെയാണ് നമ്മളെ ഈ ക്ലാസ്സിന്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു മാട്ടുമല എനിക്ക് വിളിക്കുന്നത്. സാർ അങ്ങനെ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാബു സാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ബാബു സാറ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ ഒരു റിലേറ്റീവിന് ചില അസുഖം കാരണം ചെറിയൊരു ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. കാരണം അങ്ങനത്തെ ഒരു നല്ല പ്രവർത്തനത്തിൽ ഭാഗമാകാൻ പറ്റിയെന്നുള്ളത്. ഏകദേശം ഒരു 50,000 അടുത്തോളം രൂപ നമ്മൾ കളക്ട് ചെയ്ത് ആ ഫാമിലിയിലേക്ക് എത്തിച്ചു കൊടുത്തു. അന്ന് തന്നെ മടുവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ജനുവരിയിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ മാട്ടുമലിന്റെ വാട്സപ്പിലെ ചാറ്റിംഗ് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ അന്നത്തെ പ്രോഗ്രാം എന്റെ ചാറ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ടോപ്പിക് ചില സൗഹൃദങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ ഒരു ഇത് കാര്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ നെക്സ്റ്റ് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് 2022 ജനുവരി 9 PCC-യിൽ വെച്ചിട്ട് അലുമിനി മീറ്റ് നടത്തുന്നുള്ളതാണ്. അപ്പൊ അത് വളരെയധികം സന്തോഷമാണ്. ഇനി ക്ലാസ്സിനെ കുറിച്ച് ഓർത്തെടുക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ആലോചിച്ചതാണ്. ഒന്ന്, നമ്മുടെ കോഴിക്കോട് ട്രിപ്പ് എങ്ങോട്ടെങ്കിലും പോവാം, എന്നാലോ രാത്രി വീട്ടിൽ എത്തുന്നതാണ്. ഇത് രണ്ടും കൂടി നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബസ് എടുത്തിട്ട് ആലോചിച്ച് നോക്കണം, ബസ്സിൽ കോഴിക്കോട് ട്രിപ്പ് പോകും. അപ്പൊ അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മാട്ടുമ്പലിൽ ലോങ് ടൂറിന് വന്നതാണ്. ഷെഫീക്ക് ലോങ് ടൂറിന് വന്നത് പെങ്ങളെ കല്യാണമാണോ ഇനി കുടുംബത്തിലാരോ കല്യാണമാണോ അറിയില്ല. വീട്ടിൽ നിന്ന് വിടാഞ്ഞിട്ട് ഉമ്മ പുറത്ത് തിരുമ്പിട്ടിരുന്ന മാക്സിം തട്ടു കൊടുത്തിട്ടാണ് ടൂറിന് വന്നിട്ടുള്ളത്. ട്രെയിനിൽ കയറിയപ്പോൾ മാക്സിം ഇട്ടിട്ടാണ് മാട്ടുമ്പലല്ലോ. എന്നിട്ട് പിന്നെ അന്ന് ഒരു ബക്കറ്റും പിടിച്ചിട്ട് ട്രെയിനിൽ മൊത്തം നടന്നിട്ട് ഏകദേശം 2,000-3,000 ഫണ്ടും കിട്ടി ട്രെയിനിൽ നടന്നത്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാട്ടുമലിനോട് ചോദിച്ചു നോക്കിയാൽ. അതേപോലെ തന്നെ ഇവിടെ മിസ്സിംഗ് ആണ് സജാദ്, അതുപോലെ മുജീബ്. ഇപ്പൊ രസകരമായിട്ട് ഓർക്കുന്നത് നിങ്ങളെ ക്ലാസിന്റെ ഇലക്ഷൻ നടക്കുകയാണ്. ക്ലാസ് റപ്പിനെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പൊ അതിന് മുമ്പ് നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ തമാശ പറയല്ലോ. അപ്പൊ അതിന് മുമ്പ് ഇലക്ഷന് മുമ്പ് വരെ നമ്മൾ സംസാരിച്ചു. ഇങ്ങനെ ഇന്ന ആളെ ഞങ്ങൾ ചെയർമാൻ അക്കോമഡേഷൻ, ഇന്ന ആളെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴേ ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെറുതെയാണ്, അതൊക്കെ ആ സമയം വരുമ്പോ ഒക്കെ എന്താവും മാറും എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ച് പിന്നെയാണ് പിറ്റേ ദിവസം തോന്നുന്നു നമ്മൾ ഇലക്ഷൻ നടന്നത്. പക്ഷെ ഇലക്ഷൻ നടന്ന സമയത്ത് നമ്മൾ മുജീബ് തോറ്റു കൊടുക്കും. മുജീബ് കേൾക്കുന്നുണ്ടാവും. മുജീബ് ഉണ്ടാവും ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുള്ളൂ. മുജീബ് നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു, ബാംഗ്ലൂരിലാണല്ലേ. ഓക്കെ, മുജീബ് കേൾക്കുന്നുണ്ടാവും. അപ്പം പക്ഷെ റിസൾട്ട് വന്നപ്പോ എങ്ങനെയോ എന്താ ഇവിടെ കൂടി എന്ത് കളിച്ചെന്ന് അറിയണം, ആള് മാറി. പക്ഷെ അത് മുജീബിന് എന്തായി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുജീബിന് ടെൻഷനായി. മുജീബ് വന്ന ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. പക്ഷെ അതൊക്കെ പിന്നീട് നമ്മൾ 10 വർഷം 12 വർഷമൊക്കെ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ആ ബാച്ചുകളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ ഉള്ള ഒരുപാട് കാര്യങ്ങളാണ്. പിന്നെ മാട്ടുമലിന്റെ നമ്മൾ സെക്രട്ടറി പറഞ്ഞല്ലോ, ആ ഡാർക്ക് ആൻഡ് നൈറ്റ് അതിനുവേണ്ടി എത്ര സമയം ചെലവാക്കിയത്. നമ്മളെപ്പോലും ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴും ഡാർക്കിൽ തന്നെ കിടക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും പുതിയ കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ വളരെയധികം സന്തോഷം. നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് 2-3 കുട്ടികളായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു തലമുറ കൂടി കാണാനുള്ള ഒരു ഭാഗ്യം. ഞാൻ രാവിലെ വളരെ വിചാരിച്ചിരുന്നു നാളൊരു ദിവസം പരമാവധി ഇതിനൊക്കെ എൻഗേജ്മെന്റ് ഉണ്ടാവും. മാത്രമല്ല കോപ്പറേറ്റീവ് കോളേജിൽ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ഒരാഴ്ച സെന്റർ നടത്തിയിരുന്നു.
അതിന് തൊട്ട് മുമ്പ് ഒരു പരിപാടി മിക്കവാറല്ല ഞായറാഴ്ച എൻഗേജിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ സമയത്ത് നിങ്ങൾ വിളിച്ച സമയത്ത് വരാൻ പറ്റാത്തത്. എന്തായാലും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിന് വളരെ സന്തോഷം. അതിൽ പിന്നെ വിളിച്ചപ്പോൾ മുഹസിനെ വിളിച്ചപ്പോൾ ഞാൻ എന്തായാലും വരാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആ മുഹസിൻ വിളിച്ച ആ സമയത്ത് സത്യത്തിൽ ആ മുഹസിൻ്റെ ആ ഒരു ചിത്രം മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും ഇവിടെ എത്തിയപ്പോൾ നിങ്ങളൊക്കെ കണ്ടപ്പോൾ വീണ്ടും ആ എന്താ പറയുക ആ സി ബാച്ചിനെ വീണ്ടും നമ്മൾ ലൈവായിട്ടൊരു എന്താ പറയുക 2009-11 12 ബാച്ച് ആവുന്നത്. അത് നല്ലൊരു 8 വർഷത്തോളം ബാക്കിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ള വളരെ സന്തോഷമാണ്. പിന്നെ എന്താ പറയുക നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ കുട്ടികളാണ്. അപ്പോൾ അന്ന് നമ്മൾ കുടുംബങ്ങളും ബാധ്യതകളൊക്കെ ആയിട്ടാണ് ക്ലാസ്സിൽ വരാറുള്ളത്. കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ നിങ്ങൾ കുട്ടികളായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ മാറി ഞങ്ങൾക്കും കുട്ടികളായി, നിങ്ങൾക്ക് കുറെ മിക്കവാറും ആളുകൾക്കൊക്കെ കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജീവിതം എന്നിപ്പോൾ നമ്മൾ പഠിച്ചു വരും. ഏതായാലും ജീവിതം എന്ന് പറയുന്നത് പിന്നെ എല്ലാ സമയത്തും ഒരു കളർഫുൾ ആയിരിക്കില്ല. കുറെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റി. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം. അത് നമുക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് കാണിക്കുമ്പോഴാണ് നല്ലൊരു എന്താ പറയുക ഒരു ജീവിതമായിട്ട് മാറുന്നത്. എല്ലാവരായിട്ട് ജീവിത പാതയിലാണ് നമ്മളെല്ലാവരും. എല്ലാവർക്കും എന്താ പറയുക നല്ല എന്താ പറയുക ജീവിത ആശംസകൾ നേരുന്നു. ഈ പരിപാടിയിലേക്ക് വിളിച്ച നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക നന്ദി അറിയിക്കുന്നു. കാരണം നിങ്ങൾ ഇങ്ങനെ നമ്മളൊക്കെ ഓർക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് എന്താ പറയുക അങ്ങനെ അറിയിക്കുമ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ ഇത്രയും ആളുകളെ വീണ്ടും കാണാൻ പറ്റിയതിൽ തന്നെ വളരെ സന്തോഷം. പിന്നെ ഈ കോളേജിൽ പലപ്പോഴും ഇതേപോലുള്ള പരിപാടികളുണ്ടാവും. കോളേജിൽ ഇങ്ങനെ മിക്കവാറും ആളുകൾ എന്താ പറയുക ടാക്സിനെ ഇങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഞാൻ എന്താ പറയുക നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇനിയും എവിടെ നിന്നെങ്കിലൊക്കെ കാണുന്ന സമയത്ത് ഇതേപോലെ ഈ ഒരു സൗഹൃദവും ബന്ധമൊക്കെ ഉണ്ടാവണമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് വന്ന് ക്ഷണിച്ചിട്ട് വരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വന്നത്. കാരണം മാമൻ്റെ വീട്ടിലെ ആദ്യത്തെയും അവസാനത്തെയും പരിപാടിയായിരുന്നു. പിന്നെ അങ്ങനെ ഇവരൊക്കെ വിളിച്ചിട്ട് എങ്ങനെയാ വരാതിരിക്കാന്നുള്ള രീതിയിൽ വന്നത്. കാരണം നിങ്ങളോടുള്ള ബന്ധം കൊണ്ടാണ് വന്നത് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. പിന്നെ ശരിക്കും വന്നായിട്ടുണ്ട് ബികോം സി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മളൊന്ന് ക്ലാസ് എടുത്ത് അടുത്ത ടോപ്പിക്കിന്റെ പേജ് മറക്കാൻ ഇവർ സംഭവിക്കില്ല. അപ്പൊ തന്നെ സംഘടിപ്പിക്കാൻ ഇവർക്ക് വേറെ ടോപ്പിക്ക് ചർച്ച ചെയ്യാനാണ്. ഈ ഷെഫീക്ക് യാസ്കർ ഞാൻ ഒന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യും ഇന്റെ പാറമ്പരന്റെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഇവർക്ക് പറയാറ് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. പിന്നെയെന്ന് പറഞ്ഞപ്പോൾ കാര്യം സാർ മീനാമിസും ഇവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊന്നും നമ്മൾ ഒരിക്കലും മറക്കൂല. ഇപ്പത്തെ കുട്ടികൾക്ക് ആ ഒരു സ്നേഹം ഇല്ല. രണ്ടാമത്തെ പേർക്കൊന്നും അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ടീച്ചർമാരോട് ഒരു ബഹുമാനോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത പോണ രീതിയാണ്. അപ്പൊ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ അന്ന് ഷെഫീഖിന്റെ വീട്ടിലാണ് ലാസ്റ്റ് അവന്റെ കല്യാണത്തിനാണ് ഞാനും അപ്പുറ ടീച്ചറും കൂടെ പോയത്. ആരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് പോയത്. നിങ്ങളൊക്കെ പിന്നെ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം മൂസിനെ വിളിച്ചു. മൂസിനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം സമയം ചിലവഴിച്ചതിന് ശേഷം അവർ ഞങ്ങൾക്ക് വന്നത്. ഇനി ഓരോരുത്തരും കല്യാണം വിളിക്കലുണ്ട്. ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് വരാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ടീച്ചർമാർ വരൂലെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ആളുകൾ കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നത്. ഇനി ഉണ്ടെങ്കിൽ വിളിക്കാതെ നിൽക്കരുത്. ഇവിടെ വരിക അവിടെയുള്ള സാഹിബ് സാറ് അതുപോലെ തന്നെ ആസിഫ് സാറൊക്കെ എല്ലാവരും കല്യാണത്തിലും വരണം. പിന്നെ ഈ ലേഡീസ് സ്റ്റാഫാണ് പോവാത്തത്. പ്രത്യേകിച്ച് അമർന്ന ടീച്ചർ അത് പറയേണ്ട വേണം. ടീച്ചർ പറഞ്ഞിരുന്നു നിങ്ങളുടെ പരിപാടിക്ക് വരണം എന്നുള്ളത്. ടീച്ചറെ ആരും ഒരു നിശ്ചയമുണ്ട്, അതുകൊണ്ടാണ് വരാൻ പറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ടതിൽ വളരെയധികം സന്തോഷം. ഈ ഒരു പ്രോഗ്രാമോട് കൂടി നിങ്ങൾ നിർത്തരുത്. ഇനി കുറേ കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഇനിയും പ്രോഗ്രാം ഉണ്ടാവണം. അപ്പം എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈ ഒരു പുതുവർഷം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വർഷം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം
കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഈ പാട്ട് ഞങ്ങൾക്ക് സെന്റ് ഓഫിൽ പാടി തന്നിട്ടുണ്ടാവുന്ന എൻ്റെ ഒരു ഓർമ്മ. ഈ പാട്ട് ഇനി മേലിൽ പാടി പോയത് പ്രൊഡ്യൂസറിനോട് പറഞ്ഞതായിരുന്നു. ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാടിയതാണ്. പിന്നെ ഞങ്ങൾ നിങ്ങളുടെ ഹോളിഡേക്കാണോ ഞങ്ങൾ ടീച്ചേഴ്സ് പാടിയത്? നിങ്ങളെ ശേഷമായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ രേഖലക്ഷ്മി തന്നെ പാടും. ഇവിടുന്ന് എന്താ പറയുക, ആ ഒരു 10 വർഷം മുമ്പ് ഇറങ്ങി പോയതിന് ശേഷം പിന്നെ നാട്ടിലല്ലാതെ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദർ ഗൾഫിലാണുള്ളത്. അപ്പോൾ എനിക്ക് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കൊണ്ട് 2 ഓപ്ഷനാണ് തന്നത്. ഒന്നുകിൽ ഗൾഫിലേക്ക് വരിക, അല്ലാന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ ഏട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കട എടുത്തിട്ട് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് 2 ദിവസം സമാധാനം അങ്ങനെ ആലോചിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. അതാകുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ പോയിട്ട് വരാം, ഇവിടെ നാട്ടിലൊക്കെ എപ്പോഴാണെങ്കിലും വന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാംഗ്ലൂർ പോയി. ഒരു 3-4 വർഷം നമ്മളെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷം കഴിയുന്നു. അല്ലേ 5 അപ്പോൾ 4 വർഷം 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ 2 കുട്ടികളുണ്ട്. ഒരു മോളുണ്ട് ഫാത്തിമ റാണി. പിന്നെ ഇപ്പോൾ ഒരു മോള് പ്രസവിച്ചിട്ട് ഇപ്പോൾ 4 മാസമായിട്ടുള്ളൂ, ഷെയ്ഖ മാരി. ഇതാണ് എൻ്റെ വൈഫ്. ഇതാണ് വൈഫ്. ഇവങ്ങളുടെ താനി അതിനോട് വാ. അല്ല പോകാനില്ല. ഇതാണ് മോള്. പാടില്ല. അപ്പൊ ഇങ്ങനെ സുഖമായിട്ട് നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിലാണുള്ളത്. ഞങ്ങൾ ഇന്നലെ വന്നിട്ടുള്ളൂ. ഇവിടെ കൂട്ടിയിട്ട് പോകാനുള്ള പദ്ധതി വന്നതാണ്. ഒരു ഇടയ്ക്ക് ഒരു 3-4 മാസം അവിടെ പോയി നിൽക്കും, ഒരാഴ്ച നാട്ടിൽ വന്ന് നിൽക്കും. ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി. കുഴപ്പമില്ലാതെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. കുടുംബജീവിതം അതിലേറെ മനോഹരമായിട്ട് പോകുന്നു എന്നും അങ്ങനെ തന്നെ അവിടെ ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാവരും. പലപ്പോഴും എല്ലാവരോടും സംസാരിക്കുമ്പോൾ സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിയാണ്. ഇനിയും നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടണം. ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്ലാൻ ചെയ്യുന്ന ഒരു ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ അതിനുള്ള ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണമാണ് നമുക്ക് വേണ്ടത്. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തതായിട്ട് മുസ്തഫ ബൈക്കെട്ടുമ്പോൾ ഒരു വിറയലാണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തു. അങ്ങനെ കുറച്ച് കാലം പഠിത്തും പിന്നെ വർക്കിംഗ് ചെയ്തു. കോഴിക്കോട് നിന്ന് വർക്ക് ചെയ്തു. ഇപ്പോൾ വർക്കും പിന്നെ കോൺട്രാക്റ്റിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അതാണ് അവിടെ പോയിരുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ തന്നെയാണ്. ക്ലാസ് നമ്മുടെ കോളേജ് ലൈഫ് കഴിഞ്ഞ മുന്നേ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഷോപ്പിൽ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, ഫാർമസിയിലാണ്. പിന്നെ കല്യാണം കഴിയുമ്പോൾ ഒരു 3 മാസം ആവാറായി. ആരോടും നമ്മൾ കുടുംബത്തിലുള്ള ആരും കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു വീട്ടിലൊരു മരണം നടന്നിരുന്നു. അപ്പോൾ ആ ഡേറ്റിൽ ഏകദേശം ഫിക്സാക്കിയിരുന്നു കല്യാണം. അതിനോടനുസരിച്ചായതുകൊണ്ട് ചെറിയ പരിപാടി ഞാൻ കഴിച്ചിരുന്നു. വൈകിട്ടോടെ ഷംനാന്ന പേര് ഇപ്പൊ 10 വർഷത്തിന് ശേഷം നമ്മളെല്ലാവരും കൂടി എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ പല ഘട്ടത്തിലും നമ്മളെല്ലാവരും കടന്നുപോയി. പല എന്താ പറയാ ലൈഫ് തന്നെ മാറിപ്പോയി എന്ന് പറയാം. എല്ലാവരും മുഖവും എല്ലാം വ്യത്യാസം. എല്ലാവരും മാറി, ഞാനും കുറേ മാറി. ഞാൻ കല്യാണം കഴിഞ്ഞ് എന്നെ കുറിച്ച് പറയാൻ കല്യാണം കഴിഞ്ഞ് ഞാനും ജസ്റ്റിനായിരുന്നു. പിന്നെ
ഞങ്ങൾ പിന്നെ കോഴ്സിന് പോയി. പിന്നെ മോളിപ്പോൾ ചെറിയ ആളുണ്ട്. ചെറിയ ആൾ മുന്നേ ടീച്ചറായി പോയി. പിന്നെ ഇപ്പം വെറുതെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ലൈഫ് ഇത് അങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഒരു മീറ്റിംഗ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും, പ്രത്യേകിച്ച് ഗേൾസിന്, നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ ഒന്നും കൂടി ഒന്ന് ബോയ്സ് പിന്നെ എങ്ങനെ ആയാലും അവരെങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തേ എൻജോയ്മെൻ്റ് ഉണ്ടാവും. പക്ഷെ ഗേൾസിന് നമ്മൾ എപ്പോഴും വീട്ടിലൊരു അടിഞ്ഞു കൂടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പം അങ്ങനെയൊക്കെ മീറ്റിംഗ് വെക്കാം ഇനിയും. അപ്പം നമുക്ക് എല്ലാവർക്കും ഇനി വീണ്ടും കാണാം. ശരി. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ 2 വർഷം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ പോയി. പക്ഷേ എക്സാം എഴുതിയിട്ടും പിന്നെ കല്യാണം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മോനുണ്ട്. ഹസ്ബൻഡ് ജിംനേഷ്യാണ്. ഹസ്ബൻഡ് വന്നിട്ട് പോയി തിരിച്ചു പോയതാണ്. കുട്ടിയെ വിളിക്കാൻ നാട്ടിൽ തന്നെയാണ്. താമരേഖ കല്യാണം കഴിച്ചത്. കേട്ടിട്ടില്ല. ഒരു 360 ക്ലാസ് ഉണ്ടെങ്കിൽ ആകെ കയറിയെങ്കിലും 150 കയറിയിട്ടുണ്ടാവുള്ളൂ. ആകെ ഒരുപാട് ടീച്ചേഴ്സിന് ഇല്ല അറിയുന്നില്ല. പിന്നെ അത്രയും അറിഞ്ഞ ടീച്ചേഴ്സ് കുറച്ച് പേരുണ്ടാവുള്ളൂ. പിന്നെ വീര ടീച്ചറിന് ഇന്ന് നല്ലോണം അറിയിക്കണം, പിന്നെ ജോസിന് നല്ലോണം അറിയിക്കണം, ബാക്കി ആസിഫിനും അറിയാം. പിന്നിപ്പോൾ എന്താ, ബാക്കിയുള്ള ഒരുപാട് ടീച്ചേഴ്സിനും നമ്മളത്ര അറിയില്ല. പിന്നെ കുട്ടികൾക്ക് ക്ലാസ്സിലെ കുട്ടികൾക്ക് ചിലർക്കൊക്കെ അറിയിക്കാം. അതെ ശരി, അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമസ്കാരം, എൻ്റെ പേര് ശംസുദ്ദീൻ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 2-3 വർഷം കൂടെ ഇങ്ങനെ കറങ്ങിയതിന് ശേഷം സൗദി അറേബ്യയിൽ പോയി. ഒരു 6 വർഷത്തോളം സൗദി അറേബ്യയിലാണ്. 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇത് മോന് മുഹമ്മദ് ഷംസാന്, ഭാര്യ അവിടെ ഉണ്ട് ഹസ്ന. ഇനി ആരാ ഇപ്പാനടാ? കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഇപ്പോൾ സൗദിയിലാണ്. താടി എന്തെങ്കിലും ഒരു മാറ്റം വരും. തടയില്ലാത്തവർ താടിയില്ലാത്ത. പിന്നെ എല്ലാവർക്കും സുഖം തരും. ഓക്കെ, ജസ്റ്റ് ഫുള്ളായിട്ട് അയച്ചു. നമസ്കാരം, എൻ്റെ പേര് ശ്രുതി. ഇതാണ് എൻ്റെ ഫാമിലി. ഹസ്ബൻഡ് മോനെ, ഹസ്ബൻഡ് സുരേഷ്, മോൻ അക്ഷിത്. ഒരു ഫാബ്രിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഞാൻ ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിൽ 6 മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാഷ്യറായിട്ട്. ഇപ്പോൾ വർക്ക് ചെയ്യണമൊന്നുമില്ല. എന്തെങ്കിലും ഓർമ്മകളെ കോളേജുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സാറേ എല്ലാവരും കാണാൻ പറ്റിയത് വലിയ സന്തോഷം. ഇനി എല്ലാവരും വരുമെന്ന് വിചാരിക്കണം. എല്ലാവരും വീണ്ടും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് ഉള്ളാണ്ടിരിക്കണം. എല്ലാവർക്കും അറിയാം. 12 വർഷമായി കല്യാണം കഴിച്ചിട്ട്. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. 2 മക്കളുണ്ട്. ഞാനിവിടെ ഒരു കമ്പനിയിൽ അക്കൗണ്ട്സ് 3 വർഷമായിട്ട് അവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ 2 മക്കളാണ്. മോള് വന്നിട്ടില്ല. നമ്മുടെ പേര് അക്കരി നാട്ടിലാണ്. മോള് ആത്മന. എനിക്ക് 2 മക്കളാണ്. ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. മൊബൈൽ ടെക്നീഷ്യനാണ്. അത്രയൊക്കെ എല്ലാവരും പരിചയപ്പെട്ടു. താങ്ക് യു. ഞാൻ മൈമൂന. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ വേറൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തില്ല. വീട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കണ്ടില്ല, ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു മീറ്റപ്പ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അടുത്ത നാജിയ ഒന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് മോൻ ശ്രാവൺ. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ താഴെ ഉണ്ട് കൊണ്ട് കയറുന്നില്ല. ഇവര് മിലിറ്ററിയിലാണ്.
ആസാമിലൊക്കെ വർക്ക് ചെയ്യുന്നു. മിലിറ്ററിയിലോ? ഇപ്പൊ വന്നിട്ട് നാട്ടിൽ ലീവ് ഇങ്ങോട്ട് വന്നിട്ട് താഴെട്ട് ഇങ്ങോട്ട് കയറി വരുന്നില്ല. ഇപ്പൊ ഒന്നും ചെയ്യണമൊന്നുമില്ല. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിന് ഞാൻ പരിചയപ്പെട്ട് തരുന്നുണ്ട്. അത് വരുന്നുണ്ട് വിളിച്ചിട്ടില്ല. ഇപ്പോൾ പ്രസ്സിൽ ഒരു 5 വർഷമായിട്ട് DTP ആയിട്ട് വർക്ക് ചെയ്യാണ്. അത്ര തന്നെ. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. ഇവിടുത്തെ കോളേജ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ലക്ഷ്മി കൂടെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തതിന് ശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് സിവിൽ എഞ്ചിനീയർ ആണ്. ഖത്തറിൽ വർക്ക് ചെയ്തു. വൈകാൽ ഇപ്പോൾ നാട്ടിലുണ്ട്. വൈകാൽ വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. തിന്നതല്ല. അപ്പൊ എല്ലാവരും കടയിൽ ഒരുപാട് സന്തോഷം. ആർക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. മാറ്റങ്ങളുള്ളവരുണ്ട്. ടീച്ചർ ജോബിസാർ ഒരുപാട് സന്തോഷമുണ്ട് കണ്ടതിൽ. അടുത്തത് ഞാൻ ജെസ്സിനെ വിളിക്കും. വിളിച്ചു പിന്നെ 2015 ഡിസംബർ 6 കല്യാണം കഴിച്ചു. ജൂനിയറായിട്ട് പഠിക്കാൻ ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ജ്യോതിഷേട്ടൻ പറഞ്ഞു ഇവിടെ സീറ്റൊന്നുമില്ല പോയി ഞാൻ വേറെ കോളേജിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം. നിലമ്പൂരാണ് ഓഫീസ്. വർക്ക് ചെയ്തതിന് ശേഷം അരീക്കോടാണ്, കൊടുങ്ങൂർ ഫോറസ്റ്റ് സെക്ഷനാണ്. ഇതൊക്കെ നമ്മുടെ എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് പള്ളിപ്പുറത്തേക്കാണ് കല്യാണം വെച്ചിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് കുട്ടിയുണ്ട്. ഹസ്ബൻഡ് ഷാർജയിലാണ്. മട്ടാഞ്ചാണ് വീട്. പഠിച്ചതൊക്കെ സ്വപ്നോട് വർക്ക് ചെയ്തത് ഷാർജയിൽ ഫുഡ് ഇൻഡസ്ട്രിയിലാണ് പേരൊക്കെ അറിയാൻ പാടില്ല. കുടുംബങ്ങളാണ്. വരെ വരെ പേര് പറഞ്ഞ് കേൾക്കും. വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. ഞാനൊക്കെ കോളേജിൽ നിന്നിറങ്ങിയൊരു 20 കൊല്ലം ഇതുവരെ ഇങ്ങനൊരു സംഭവം അറ്റൻഡ് ചെയ്യാൻ യോഗം ഉണ്ടായിട്ടില്ല. എന്തായാലും നടക്കും. അവിടെ ഇവിടെ നടക്കും. നമ്മൾ അവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും. ഞങ്ങൾക്ക് അത് യോഗം ഉണ്ട് നടക്കട്ടെ. അപ്പോൾ എല്ലാ ആശംസകളും. പേര് പറ. പേര് പറ. എൻ്റെ പേര് യൂനിസ്. നമ്മൾ ബികോം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. MCOM അഡ്മിഷൻ എടുത്തു. അങ്ങനെ 2 വർഷം MCOM കംപ്ലീറ്റ് ആക്കി. അങ്ങനെ ടീച്ചിങ്ങിലേക്ക് തന്നെ കടക്കുകയായിരുന്നു. ഇവിടെ MCOM പഠിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ക്ലാസ്സുകളിൽ കയറാൻ, അതുപോലെ എക്സാം ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തരുന്നുണ്ടായിരുന്നു. ജ്യോതിഷ് സാർ അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവിധ സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നീട് ആ സമയത്ത് തന്നെ ഇവിടെ അടുത്തുള്ള കോളേജുകളിലൊക്കെ ഒഴിവുള്ള സമയത്ത് പോയിട്ട് ക്ലാസ്സൊക്കെ എടുക്കുകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചേറൂര് PPTM ആർട്സ് കോളേജിൽ കയറി 2015 അവിടെ 2 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ഇവിടെ അടുത്തുള്ള LBS കോളേജ്, LBS മോഡേൺ ഡിഗ്രി കോളേജിൽ ഇപ്പോൾ 3 വർഷമായിട്ട് അവിടെ കൊമേഴ്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യാണ്. ഒരു അധ്യാപകൻ എന്ന് സാങ്കേതികമായിട്ട് പറയാം. കാരണം ഗസ്റ്റ് ലെക്ചറാണ് എൻ്റെ പോസ്റ്റ്. സ്ഥിരമായിട്ട് ഉള്ള ഒരു പോസ്റ്റിലേക്ക് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിപ്പെടാന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്, സ്ഥിരമായിട്ടൊരു അധ്യാപന പോസ്റ്റിലേക്ക്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ
കല്യാണം കഴിഞ്ഞ വൈഫ് റസ്ലീമ TTC കഴിഞ്ഞാണ് PSC ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്ത് സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചറായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ പലരിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ പിന്നിലുള്ള കറുത്ത കൈകൾ മുസ്ലിം മാട്ടുന്നവരാണ്. അന്നത്തെ കാലത്തെ കുറെ ടേംസുകൾ അന്ന് നമുക്ക് പ്രത്യേകമായ ചില ലാംഗ്വേജുകൾ അതൊക്കെ നമ്മൾ ഓർക്കണം. കറുത്ത കൈകൾ പരിപാടികൾ സംഘടിപ്പിക്കുക, അവിടെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായില്ല. അതൊക്കെ നമ്മൾ തന്നെ ഓർത്തു പോകുക. അപ്പൊ മുസ്ലിന്റെയും മാട്ടുവിന്റെയും ആ ഒരു വ്യക്തമായ ആസൂത്രണമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടാൻ കാരണമാണ്. എല്ലാവർക്കും ആഗ്രഹമായിട്ട് ഏത് സമയത്ത് പരിപാടി നടത്തുകയാണെങ്കിലും ഞാനിവിടെ ഉണ്ടാവും, അതേപോലെ തന്നെ അമീൻ ഉണ്ടാവും, ഇർഫാൻ ഉണ്ടാവും, അവരൊക്കെ അവിടെ റെഡിയാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ വലിയ സന്തോഷം. പിന്നെ ഞാനിപ്പോ സൗദിയിലാണ് 2 ആഴ്ചയായിട്ടുള്ളത്. ലോക്ക്ഡൗണിന്റെ ക്രൈസിസ് കാരണം 3 വർഷം വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വന്ന് അവിടെ ആദ്യം തന്നെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു, നമുക്കൊരു മീറ്റപ്പ് നടത്തണം. മാസമായിട്ടും ഷെഫിങ്ങിന് നിരന്തരം കോൺടാക്ട് ചെയ്തിരുന്നു. എല്ലാവരും ഏകദേശം ഒരു ഡിസംബർ ജനുവരി സമയത്ത് നാട്ടിലുണ്ടാവുമായിരുന്നു. അങ്ങനെ മാക്സിമം ഒരു 80% എല്ലാവരും നാട്ടിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ജനുവരിയിലേക്ക് തന്നെ താമസിച്ചത്. പിന്നെ സന്തോഷം, എല്ലാവരും വന്നിട്ടുണ്ട്. കോൺടാക്ട് ചെയ്തോ പിന്നെ ഇപ്പോൾ 3 മാസത്തെ വെക്കേഷന് വന്നാണ്. ഇപ്പോൾ 11 ആറായി. പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് സമയം പോകുന്നുണ്ട്. പോകാൻ വലിയ പ്രയാസമാണ്. ഇതെൻ്റെ മകളെ 3 വയസ്സായി, പേര് മിസ്ബ. വൈഫിന് ഇപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാരണം വന്നിട്ടില്ല. ശ്രമിച്ചു നോക്കിയില്ല പറ്റിയില്ല. ഏകദേശം കണ്ടിട്ടില്ല. കോണ്ടാക്ട്സ് ഉണ്ട്, എല്ലാവരും നല്ല ഫ്രണ്ട്ലി കീപ്പ് ചെയ്യുന്നതിലുള്ള സന്തോഷം. പിന്നെ ഏതായാലും കാണാം, പെട്ടെന്നുണ്ടല്ലോ നമുക്ക് ഇനിയും സംസാരിക്കുന്ന ഓരോ ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെട്ട് പുതിയ പരിപാടി ഉഷാറാക്കി കുട്ടികൾക്ക് വേണ്ടി പലതരം പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. യാസിൻ്റെ നമ്മൾ നടത്തും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസ് എല്ലാം ഉണ്ട്. ഇനി രശ്മി യൂനിസ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്.
ചമ്മിക്കോ.